എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു സംഭവം നമ്മുടെ ബാല എലിസബത്തിൻ്റെ വിഷയമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ബാല ഇന്ന് പോയി നമ്മുടെ എലിസബത്തിൻ്റെ പേരിൽ കേസൊക്കെ ഫയൽ ചെയ്തു. ബാലയും കോകിലയും കൂടി ചേർന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിതെൻ്റെ ചാനലിൽ നേരത്തെ തന്നെ എലിസബത്തിനെ കുറിച്ചിട്ട് 2 വീഡിയോ ചെയ്ത സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞതാണ്. എലിസബത്ത് എന്തിനാണ് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്? ബാലയുടെ തനിക്കുണോ എല്ലാവർക്കും മനസ്സിലായി. എലിസബത്ത് വഴിയും അതുപോലെ നമ്മുടെ അമൃത സുരേഷ് വഴിയൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് ബാല ആരാണ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അനുഭവത്തിൽ വന്നവരെ അവർക്കുണ്ടായ ആ ഒരു അറിവൊന്നും നമുക്കില്ല. എന്നാൽ പോലും ഇവർ പറഞ്ഞിട്ട് അവരൊക്കെ ഏത് തരത്തിൽപ്പെട്ട ആളാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ചെറുതായിട്ടെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു അറിവൊക്കെ കിട്ടിയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതുപോലെ നമ്മുടെ എലിസബത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ കൂടി. പക്ഷേ എലിസബത്ത് അത് കേൾക്കാനൊന്നും ഒരു വഴിയില്ല. കാരണം നമ്മുടെ ഒന്നും ചാനലൊന്നും അത്ര ഫേമസ് ഒന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം എന്നുള്ള രീതിയിൽ എലിസബത്ത് ഇങ്ങനെ ഓരോ ദിവസവും ബാലയെക്കുറിച്ചിട്ടുള്ള വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. കാരണം ബാല ആരാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അയാളൊരു തനി ഫ്രോഡാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നീട് അയാളെ കൂടുതൽ ഫ്രോഡാക്കാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അയാളെക്കുറിച്ചിട്ട് അറിയാവുന്ന തെളിവുകളെല്ലാം വച്ചിട്ട് സകലമാന തെളിവുകൾ വെച്ചിട്ട് കേസ് കൊടുക്കുക. വനിതാ കമ്മീഷനിലോ ഹേമ കമ്മീഷനിലോ ഒക്കെ വന്നിട്ട് എല്ലായിടത്തും എവിടെയൊക്കെ ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ എലിസബത്ത് ഡെയിലി ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. അതാണിപ്പോൾ എലിസബത്തിന് കൂടി കുരുക്കായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല. എലിസബത്ത് എന്ന് പറയുന്ന കുട്ടി അത്യാവശ്യം തൻ്റെ ഇടമൊക്കെ ഉള്ളൊരു കുട്ടി തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർക്ക് എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കേണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് അറിയാം. കാരണം അവർ നല്ല വിദ്യാഭ്യാസ സമ്പന്നയാണ്, ഒരു ഡോക്ടറാണ്. ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഡോക്ടർ ആവാൻ സാധിക്കൂ. അതല്ലെങ്കിൽ വല്ല വ്യാജ ഡോക്ടറും ആയിരിക്കണം. എന്തായാലും എലിസബത്ത് വ്യാജ ഡോക്ടറാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ നല്ല ഒന്നാം തരം ഡോക്ടർ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ബാലയുടെ ഓരോരോ പൊയ്മുഖങ്ങളായിട്ട് നമ്മുടെ എലിസബത്ത് തുറന്നു കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. നമ്മുടെ കടച്ചി ഭാര്യയായ, അതായത് ഇളയ ഭാര്യയായ നമ്മുടെ കോകിലയ്ക്ക് അതിട്ട് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കോകില വന്നിട്ട് ഒരു ലൈവിൽ വന്നിട്ട് ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ എലിസബത്തിനെ അഭിസംബോധന ചെയ്തത്. പുള്ളിക്കാരത്തി വന്നിട്ട് ചേച്ചി അങ്ങനെ പറയരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബാലണ്ണൻ ഇങ്ങനെയാണ്, ചുക്കാണ്, ചുണ്ണാമ്പാണ് എന്നും പറഞ്ഞിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു വീഡിയോയിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, ഡോക്ടറായിട്ടുള്ള ഒരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു കാര്യം പറയാത്തത്? നിങ്ങൾക്ക് ഡോക്ടർ ഭർത്താവുണ്ടല്ലോ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കോകിലയുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഈ പറയുന്ന ബാലയ്ക്ക് ആകെ ഒരേ ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ, അത് കോകില മാത്രമാണെന്ന് തോന്നും. ഈ പറയുന്നത് പോലെ എലിസബത്ത് 2 കല്യാണമായിരിക്കണം, 2 കല്യാണമാണ് കഴിച്ചത്. ആദ്യം ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചു, ബാലയുടെ കൂടെ ജീവിച്ചു, അങ്ങനെ മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ 4-5 കല്യാണം കഴിച്ചവൻ്റെ കൂടെ താമസിക്കുന്ന കോകിലയ്ക്ക് അതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് അവരങ്ങനെ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും പെണ്ണുങ്ങൾ തമ്മിലുള്ള വർത്തമാനങ്ങളല്ലേ. അപ്പോൾ ഇതിന് ബദലായിട്ട് നല്ല കുറുക്കി കൊള്ളുന്ന മറുപടിയായിട്ട് നമ്മുടെ എലിസബത്തും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കള കുഴിയിലിരുന്നുകൊണ്ട് ചട്ടിയും കുട്ടയും തമ്മിൽ തട്ടുകൂടുന്ന കണക്ക് 2 കൂട്ടരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെ പിന്നാലെ വന്നിട്ട് നമ്മുടെ ബാലയും കോകിലയും കൂടി വന്നിട്ട് അവർ എലിസബത്തിൻ്റെ പേർക്ക് കേസ് കൊടുക്കാനായിട്ട് ചെന്നു. എലിസബത്തിന് മാത്രമല്ല, അവർ നമ്മുടെ ചെകുത്താനെ വെറുതെ വിട്ടില്ല. നമ്മുടെ അലക്സ് എന്ന ചെകുത്താനെ കൂടി ചേർത്തിട്ട് ഇങ്ങേരി വന്നിട്ട് കേസ് കൊടുത്തു നമ്മുടെ പാണ്ടി.
അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ പാവം അമൃതയെ എന്തിനാണ് ഇതിൽ ഉൾപ്പെടുത്തിയതെന്ന് എനിക്കറിയില്ല. അമൃതയെ കൂടി ഉൾപ്പെടുത്തിയാണ് കേസ് കൊടുത്തത്. അജു അലക്സിനെ, അമൃതയെയും എലിസബത്തിനെയും കൂടി ഉൾപ്പെടുത്തിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസിൽ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ചെകുത്താൻ ഫോണിൽ വിളിച്ചിട്ട് ബാലയെ ബ്ലാക്ക്മെയിൽ ചെയ്തു. പിന്നെ ഏതാണ്ടൊക്കെ ചെയ്യും, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ കൊടുക്കണം, അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും, അപകീർത്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞിട്ടൊക്കെ ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ ബാല പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ബാല കരുതിയത് ഇങ്ങനെ പറയുമ്പോൾ പൊതുജനങ്ങൾ അതങ്ങ് വിശ്വസിക്കുന്നതാണ് ബാല കരുതിയത്. യഥാർത്ഥത്തിൽ ഈ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. കാരണം ബാലയും എലിസബത്തും തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കരിവാരി തേപ്പും ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ ചെകുത്താൻ വിളിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നേരെ ചെകുത്താൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലും എന്ന് ചിന്തിക്കാനുള്ളൊരു ബോധമൊക്കെ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, അതായത് അജു അലക്സിന് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ ബാലയുടെ അതിബുദ്ധി മാത്രമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തതിന് ശേഷം നേരെ ബാല മീഡിയക്കാരെയൊക്കെ വിളിച്ച് കൂട്ടി ഒരു പത്രസമ്മേളനവും നടത്തി. മീഡിയക്കാരെല്ലാവരും വന്നു, ലൈവായിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ലൈവ് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അത് സൗകര്യം പോലെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലൈവായിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. അതിനകത്ത് ഒട്ടുമിക്ക എല്ലാ ചാനലുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മുടെ ബാല കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെ ജീവിക്കാൻ വിടണം, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എന്നെ ശിക്ഷിക്കുന്നു, അവർക്ക് ഡോക്ടറായിട്ടുള്ള ആദ്യ ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, അവരെന്താ അതേക്കുറിച്ച് സംസാരിക്കാത്തത്, ബാല പറഞ്ഞ കാര്യം കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യമല്ല, സംസാരിക്കാത്തത്, ഞാനൊരു ലിവർ പേഷ്യൻ്റാണ്, ഞാൻ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അനുഭവിച്ചു തുടങ്ങിയത്, എന്നിട്ട് എനിക്കെന്താ ഒരു കുടുംബജീവിതം വേണ്ടേ, എനിക്കൊരു കുഞ്ഞുങ്ങൾ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാല. മീഡിയക്കാരാണെങ്കിലുണ്ടല്ലോ വായിൽ പഴം കുത്തി വെച്ചിരിക്കുന്ന കണക്ക് ഒരക്ഷരം പോലും മിണ്ടാണ്ടിങ്ങനെ വാലും ചുരുട്ടി നിൽക്കുകയാണ് ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കോകിലയും സംസാരിക്കുന്നുണ്ട്. കോകില പറയുന്നുണ്ട്, ഞങ്ങളെ എന്തിനാണ് ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് നമ്മളെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്നെ വാടി പോടി എന്നൊക്കെ വിളിച്ചിട്ട് ആളുകൾ അതിസംബോധന ചെയ്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോകിലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബേഴ്സൊക്കെ വാടി പോടി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എലിസബത്തിന് ഒരു ബഹുമാനമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ബാല പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവർ മനഃപൂർവ്വം എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കുന്നതാണ്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക്, അതായത് എലിസബത്തിൻ്റെ ലക്ഷ്യം പണമാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് എന്നെ പെറ്റീഷൻ കൊടുത്തപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, 50 ലക്ഷം രൂപയ്ക്ക് ഈ ചെകുത്താനും എലിസബത്തും അതുപോലെ ആദ്യ ഭാര്യ, നമ്മുടെ മുൻ ഭാര്യയായിരുന്ന നമ്മുടെ അമൃത സുരേഷിനെ പോലും വെറുതെ വിട്ടില്ല, ഇവരൊക്കെ ചേർന്നിട്ടുള്ള കളിയാണെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും ജനങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഈ പാണ്ഡ്യയുടെ ബുദ്ധി പാണ്ഡ്യയുടെ മനസ്സിൽ തന്നെ വെച്ചിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മീഡിയക്കാർ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ചോദിക്കാനായിട്ട് തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ മീഡിയക്കാരെല്ലാവരും ഇത്രയും നാൾ ചത്തിരിക്കുകയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എലിസബത്ത് കുറേ നാളുകളായി ഇതുപോലെ വന്നിട്ട് വീഡിയോയിൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ബാലമൂലം അനുഭവിച്ച ക്രൂരതകളെ പറ്റിയിട്ടൊക്കെ അവരിങ്ങനെ തുറന്ന് ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്. എന്നിട്ടും ഇത്രയും നാളായിട്ടും ഈ മാധ്യമങ്ങളെല്ലാം കിടന്ന് ഉറങ്ങിയിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നാളായിട്ടും ഒരു മാധ്യമ പ്രവർത്തകർ പോലും ആ കുട്ടിയുടെ വർത്തമാനം ഒന്ന് കേൾക്കാനോ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബാല
പത്രസമ്മേളനം വിളിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പാഞ്ഞു പറിച്ച് ചെന്നു. ബാല കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം കേട്ടിട്ടും ഈ മാധ്യമപ്രവർത്തകരാരും ഒരക്ഷരം മിണ്ടാണ്ട് എല്ലാവരും വാക്കൈ പൊത്തി നിൽക്കുകയായിരുന്നു. ഒന്നും മിണ്ടാനില്ല അവർക്ക്. ഇങ്ങേര് പറയുന്ന മണ്ടത്തരങ്ങൾ അത്രയും കേൾക്കുകയാണ്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ കേസ് കൊടുത്തില്ല, എന്തുകൊണ്ട് നേരത്തെ രംഗത്ത് വന്നില്ല എന്ന് ചോദിക്കാം. അതൊന്നും ചോദിക്കുന്നില്ല. ഇങ്ങനെ പറയുന്നതിനെല്ലാം ഒരക്ഷരം പോലും മിണ്ടാണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടും ഈ പറയുന്ന പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, എനിക്കെന്താ ഒരു കുടുംബം വേണ്ടേ, എനിക്കെന്താ കുട്ടികൾ വേണ്ടേ, അങ്ങനെയാണോ പറയുന്നത്, ഇങ്ങനെയാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാല ചോദിക്കുന്നു. എന്നിട്ട് ബാല ചോദിക്കുകയാണ്, എലിസബത്ത് പറഞ്ഞു ഞാൻ എലിസബത്തിനെ പീഡിപ്പിച്ചു എന്ന്, അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ബാല. അങ്ങനെ പത്രപ്രവർത്തകരോട് ചോദിച്ചാൽ അവരെന്ത് മറുപടിയാണ് പറയുന്നത്? അവർക്കെങ്ങനെ അറിയാനൊക്കും ഇങ്ങേരെ കൊണ്ട് അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് അവരെന്ത് മറുപടി പറയാൻ പറ്റും? പക്ഷേ ഇങ്ങേര് ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകരോട്, ഞാൻ അങ്ങനെ ചെയ്യുമോ, ഞാനൊരു ലിവർ പേഷ്യൻ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് ബാല. എന്നിട്ട് ബാല പറയുകയാണ്, ഞാൻ അവരുമായിട്ട് കുറേ നാൾ ഒരുമിച്ച് ജീവിച്ചില്ലേ, ഒരു ലേഡിയെ ഒരു വട്ടമല്ലേ പീഡിപ്പിക്കാൻ പറ്റൂ, എന്നും പീഡിപ്പിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വർത്തമാനങ്ങളാണ് ബാല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് അത്രയും മാധ്യമപ്രവർത്തകർ നിന്നപ്പോൾ അവരുടെ എല്ലാം വായിക്കാത്ത കുമ്പളങ്ങയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരാരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. അല്ലെങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നു. കാരണം അവർക്ക് നിയമവശങ്ങളൊക്കെ വളരെ നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഈ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത്. അവർക്ക് ചോദിക്കാമായിരുന്നു, നിങ്ങളിത് എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ഒരു സ്ത്രീക്ക് അവർക്ക് താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാതെ അവരെ ഒന്ന് ടച്ച് ചെയ്യുന്ന പോലും പീഡനത്തിന് തുല്യമാണ് എന്നുള്ളൊരു വാക്ക് പറയാൻ പോലും മാധ്യമപ്രവർത്തകർ കൂട്ടാക്കിയില്ല. അവരൊക്കെ മിണ്ടാണ്ടിങ്ങനെ ബാല പറയുന്നതും കേട്ടിങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. ബാലയാണെങ്കിലുണ്ടല്ലോ ഇത് തന്നെ എടുത്തിട്ട് അങ്ങ് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊന്നും മറുപടി ഈ രീതിയിലല്ല റിയാക്ട് ചെയ്യുമ്പോൾ പറയേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ സംസ്കാരം കൊണ്ട് എനിക്ക് ഇതിൽ കൂടുതലായിട്ട് പറയാൻ തോന്നുന്നില്ല, പബ്ലിക്കിൻ്റെ മുന്നിലായതുകൊണ്ട്. പിന്നീട് ഈ പറയുന്നത് പോലെ ബാല പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്, കോകിലയെ എടി പൊടി വാടി എന്നൊക്കെ സംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇത്ര നാളും ഞാനത് കേട്ട് നിന്നു, ഇനി അത് കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഇനി കോകിലയെ ഒരു തവണ കൂടി എടി പൊടി വാടി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നേരെ ചെല്ലും, എന്നിട്ട് നല്ല ഇടി വെച്ച് കൊടുക്കും എന്നാണ് ബാല പറയുന്നത്. നല്ല ഇടി വെച്ച് കൊടുക്കുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത്. ആദ്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, പബ്ലിക്കായിട്ട് ഇത്രയും ക്യാമറകളുടെ മുന്നിൽ നിന്ന്, ഇത്രയും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ബാല അപ്പോൾ ഇതിന് ഉള്ളിലുള്ള ബാല മാധ്യമപ്രവർത്തകരുടെയും ഇത്രയും ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഇത് പറയുമ്പോൾ എലിസബത്ത് പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ്? പച്ചയ്ക്ക് ഇങ്ങനെ പറയാമെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ നേരെ ചെന്ന് ഇടിക്കും എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന ബാല, അതും നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ. ഇവിടെ നിന്നിട്ട് ഇനി സ്വന്തം ഭാര്യയെ വാടി പോടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നേരെ ഞാനൊരു പോക്കങ്ങ് പോവും, ചെന്നിട്ട് നല്ല ഇടി വെച്ച് കൊടുക്കും. അതാണ് ഹീറോയിസം എന്ന് ഇയാൾ പറയുമ്പോൾ ഇയാളുടെ തനി ഗുണം എന്താണെന്ന് മറ്റുള്ളവർക്ക് ഈ ഒരു വാചകത്തിലൂടെ തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ് മാധ്യമപ്രവർത്തകർ. ഒപ്പം ഇയാളുടെ അഡ്വക്കേറ്റും ഉണ്ട്. ഇതാണ് ബാല എന്ന് പറയുന്ന മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ് നമ്മുടെ മിസ്റ്റർ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഈ ഒരു എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീ ഇത്രയും നാളായിട്ട് ഓരോ ദിവസവും ബാലയെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ടും അങ്ങേര് ഇതിനെതിരെ പ്രതികരിച്ചതായിട്ട് നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽ പെട്ടില്ല. എന്തുകൊണ്ടാണാവോ ഈ മിസ്റ്റർ രാഹുൽ ഈശ്വർ ഇതിന് മൈൻഡ് ചെയ്യാതിരുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടാണ് ശ്രീലു മൈ ലൈഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ശ്രീലു ടീച്ചർ ഇതുപോലെ പ്രതിഷേധാത്മകമായിട്ടുള്ള കുളി രീതികളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് കുളിച്ചിട്ടായിരുന്നു.
പക്ഷേ അവരങ്ങനെ ഓരോ ദിവസവും ഈ വെറും കുളി മാത്രമല്ല, അതിൻ്റെ ഇടയിൽ അവിടെ നടന്ന ആ ഒരു കോളേജിൽ നടന്ന പല സംഭവങ്ങളും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ വ്യക്തികളുടെയും പേര് തന്നെ എടുത്ത് പറഞ്ഞിട്ടായിരുന്നു അവരവിടെ കുളിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കുളി മുഖ്യമന്ത്രി പിണറായിക്കാണെങ്കിൽ നാളെ ഇന്ന ആക്കാണ്, മറ്റന്നാൾ രായനാണ്, കോവാലനാണ്, അങ്ങനെ 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 ഓരോരുത്തരുടെയും പേര് പറഞ്ഞാണ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഇവർ ഇത്രയും ഈ ഒരു ഡീപ്പായിട്ടുള്ളൊരു പ്രതിഷേധം നടന്നത് ഈ കേരളത്തിനകത്താണ്. എന്നിട്ടും രാഹുൽ ഈശ്വറിനെ പോലുള്ളവരൊന്നും ഇതൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരാരും മൈൻഡ് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ക്രൈം നന്ദഗോപൻ അങ്ങേര് മാത്രമാണ് ഇത് തിരിഞ്ഞു നോക്കിയത്. പിന്നീട് ആദ്യമൊന്നും ഒരൊറ്റ മനുഷ്യർ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് പോലും എല്ലാ കാര്യങ്ങളും കിട്ടുന്ന കാര്യങ്ങൾ ഏതാണെങ്കിലും അതിനെ വളരെ മാന്യമായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. ഈ രണ്ട് സ്ത്രീകളും ഇതുപോലെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങേരിതൊക്കെ അറിയാഞ്ഞിട്ടാണോ? എന്തായാലും അറിയാഞ്ഞിട്ടാവാൻ ഒരു ചാൻസും ഇല്ല, കാരണം ഇത് സോഷ്യൽ മീഡിയയല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കും. ഇതൊന്നോ രണ്ടോ ദിവസത്തെ പ്രതിഷേധം അല്ലല്ലോ. ഇപ്പോൾ ശ്രീലു ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും എലിസബത്തിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും. അപ്പോൾ ഇതിനൊന്നും ഇദ്ദേഹം എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്കറിയില്ല, നമുക്ക് വ്യക്തതയില്ല എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ എന്തായാലും ഇവർ പബ്ലിക്കലി വന്നിട്ട് പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ എലിസബത്തിന് ഡിപ്രഷനുണ്ട്, 15 വർഷമായിട്ട് എലിസബത്ത് ഡിപ്രഷൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല. കാരണം 15 വർഷമായിട്ട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരാൾക്ക് ഡോക്ടർ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അതേക്കുറിച്ച് അറിവുള്ളവർ പറയുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ ഇനി അഥവാ അവർക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് തന്നെ വയ്ക്കുക, അവരിപ്പോഴും ഡോക്ടറായിട്ട് തുടരുന്നെന്നുണ്ടെങ്കിൽ അവർക്കത് വലിയ പ്രശ്നമുള്ള രീതിയിലില്ല. അതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ചെറിയൊരു ഡിപ്രഷൻ ഇല്ലാത്ത മനുഷ്യരാരുമില്ല. എല്ലാ വ്യക്തികളിലും ഉണ്ട് ഡിപ്രഷൻ. അതുകൊണ്ട് തന്നെയാണല്ലോ മനുഷ്യൻ പെട്ടെന്ന് വയലൻ്റ് ആവുകയും കൈ കിട്ടുന്നിടത്ത് ചില സമയത്ത് മറ്റുള്ളവരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വ്യക്തികളിലും ചെറിയൊരു തോതിലുള്ള ഡിപ്രഷനൊക്കെ ഉണ്ട്. ചിലർക്ക് അത് നിയന്ത്രണ വിധേയമാകാത്തത് കൊണ്ട് അവർക്ക് ചെറിയൊരു മെഡിസിൻ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനർത്ഥം അവർ ലൈഫിൽ ഭ്രാന്തനോ ആണെന്നല്ല അതിനർത്ഥം. അതുതന്നെയാണ് എലിസബത്തിൻ്റെ കാര്യത്തിൽ. എലിസബത്ത് ഇപ്പോഴും ഡോക്ടറാണ്. അതിനർത്ഥം അവർ ഭ്രാന്തിയൊന്നുമല്ല. പക്ഷേ ഇവിടെ ബാലയും ഭാര്യയും അവരെ മെൻ്റൽ പേഷ്യൻ്റ് ആക്കാനാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബാലയും കോകിലയും ചെയ്യുന്നതും വളരെ തെറ്റ് തന്നെയാണ്. കാരണം ഒരു വ്യക്തിയെ സമൂഹത്തിൽ ഭ്രാന്തിയായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു, അവർക്ക് ഡിപ്രഷൻ ഉണ്ടെന്നുള്ള കാര്യം വിളിച്ചു പറയുന്നു. അതുപോലെ തന്നെ അവരുടെ എക്സ് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതിലൊന്നും ഒരു പ്രശ്നവുമില്ലേ, അവർക്കെന്തും പറയാം. പക്ഷേ അത് മറ്റുള്ളവർ പറയുമ്പോഴാണ് അവർക്ക് പ്രശ്നം. എന്ത് തന്നെയാണെങ്കിലും മിസ്റ്റർ ബാല മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ നിന്നിട്ടാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഇനി എന്തെങ്കിലും സ്വന്തം ഭാര്യയെ വാടി പൊടി എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് വീട് കയറി വന്നിട്ട് ഇടിക്കും എന്ന് എലിസബത്ത് എന്ന് പറയുന്നൊരു സ്ത്രീയെ നിങ്ങൾ പറയുമ്പോൾ അത് ഈ കേരളത്തിൽ നിന്നിട്ടാണ് എന്നുള്ള കാര്യം മറക്കരുത്. തമിഴ്നാട്ടിൽ ചിലപ്പോൾ ഇതൊക്കെ ചിലവാകുമായിരിക്കും, പക്ഷേ കേരളത്തിൽ ഇതൊന്നും ചിലവാവില്ല എന്ന് മിസ്റ്റർ ബാല മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. ഇത് സിനിമയല്ല, നിങ്ങൾ നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ കെട്ടിയാടുന്ന സിനിമയല്ല ഇത് ലൈഫാണ് എന്ന് മറക്കാതിരിക്കുക. ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ട്. ഇവരുടെ ലൈവിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് പിന്നീട് സൗകര്യം പോലെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഒട്ടുമിക്ക ചാനലുകളിലും അതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.